ഓരോ ദിവസവും ലോകത്തിലെ ഏകദേശം 20% ഓയിലും ഒമാനും ഇറാനും ഇടയിലുള്ള ഒരു ചെറിയ കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനെയാണ് നമ്മൾ ഹോർമുസ് കടലിടുക്ക് അഥവാ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം വെറും 33 കിലോമീറ്ററാണ്. പക്ഷേ കപ്പലുകൾക്ക് പോകാനുള്ള യഥാർത്ഥ വഴി ഇതിലും ഇടുങ്ങിയതാണ്. ആകെ 9 കിലോമീറ്റർ മാത്രമാണ് കപ്പലുകൾക്ക് കടന്നു പോകാൻ സുരക്ഷിതമായ വഴിയുള്ളത്. ഇത്രയും ചെറിയൊരു വഴിയിലൂടെയാണ് ഓരോ ദിവസവും ഏകദേശം 20 ദശലക്ഷം ബാരൽ ഓയിൽ പോയിക്കൊണ്ടിരുന്നത്. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ഇറാൻ ഈ കടലിടുക്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരൻ്റെയും മനസ്സിൽ വരുന്ന ചോദ്യമായിരിക്കും, ഈ കടലിടുക്ക് വഴിയല്ലാതെ ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേറെ ഏതെങ്കിലും വഴി ലോകരാജ്യങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ എന്നുള്ളത്. എന്നാൽ അങ്ങനെയൊരു വഴി വർഷങ്ങൾക്ക് മുൻപേ തന്നെ ലോകരാജ്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് ഒമാൻ്റെ മുസന്തം പെനിൻസുലയിലെ മലനിരകൾക്കിടയിലൂടെ ഒരു വലിയ കനാൽ വെട്ടിയുണ്ടാക്കുക എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ ഇത് ഒരു അടിപൊളി ഐഡിയ ആയി തോന്നും. പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോഴാണ് ഇത് എത്രത്തോളം ഡിഫിക്കൽട്ടാണെന്ന് മനസ്സിലാവുക. അതെന്താണെന്നും ഈ കനാൽ യഥാർത്ഥത്തിൽ വരുമോ എന്നും വന്നാൽ ലോകത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ബൈപ്പാസ് കനാലിൻ്റെ ഐഡിയ മനസ്സിലാകണമെങ്കിൽ ആദ്യം ഒരു കനാൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമായും 2 തരത്തിലുള്ള ഷിപ്പിംഗ് കനാലുകളാണ് ഉള്ളത്. ഒന്ന് ലോക്ക് കനാൽസും മറ്റൊന്ന് സീ ലെവൽ കനാൽസും. ഇവ രണ്ടിനെക്കുറിച്ചും നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേതാണ് ലോക്ക് കനാൽസ്. ലോക്ക് കനാലിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പനാമ കനാൽ. അറ്റ്ലാന്റിക് സമുദ്രത്തെ പസഫിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന കനാലാണിത്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും പസഫിക് സമുദ്രത്തിനും ഇടയിൽ പനാമ എന്ന രാജ്യം ഒരു ചെറിയ കരയിടുക്ക് പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ വീതി എന്ന് പറയുന്നത് വെറും 80 കിലോമീറ്റർ മാത്രമാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിലുള്ള കോർഡില്ലേറ സെൻട്രൽ എന്ന മലയും സമുദ്രനിരപ്പും തമ്മിലുള്ള ഉയരം മറികടക്കാൻ അവർ ഒരു കൃത്രിമ തടാകം ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത്. ഇതാണ് ഇന്നത്തെ ഗാറ്റൂൺ തടാകം. തുടർന്ന് ഈ തടാകത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്കും മറുഭാഗത്തു നിന്ന് പസഫിക് സമുദ്രത്തിലേക്കും കനാലുകൾ കുഴിച്ചു. പക്ഷേ എന്നിട്ടും ഒരു വലിയ പ്രശ്നം ബാക്കിയായിരുന്നു. കാരണം ഈ കൃത്രിമ തടാകം മലകൾക്കിടയിൽ വെള്ളം കെട്ടി നിർത്തി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് സമുദ്രനിരപ്പിനേക്കാൾ 85 അടി ഉയരത്തിലായിരുന്നു. ഇതിനർത്ഥം സമുദ്രത്തിൽ നിന്ന് വരുന്ന കപ്പലുകളെ ഈ തടാകത്തിലേക്ക് എത്തിക്കാൻ അവയെ 85 അടി ഉയരത്തിലേക്ക് പൊക്കണം എന്നതായിരുന്നു. ഇതിനു വേണ്ടിയാണ് ലോക്കുകൾ ഉപയോഗിക്കുന്നത്. ഒരു കപ്പൽ ആദ്യത്തെ ലോക്കിലെത്തുമ്പോൾ അവിടുത്തെ വെള്ളം സമുദ്രനിരപ്പിന് തുല്യമായി മാറ്റും. ലോക്കിലെ വെള്ളം കടൽ നിരപ്പിന് ഒപ്പമാകുമ്പോൾ ഗേറ്റ് തുറക്കുകയും കപ്പൽ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഒരു ടഗ് ബോട്ട് അല്ലെങ്കിൽ ടഗ് ട്രെയിനിൻ്റെ സഹായത്തോടെയാണ് ഇത് ചെയ്യുന്നത്. കപ്പൽ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഗേറ്റ് വീണ്ടും അടയ്ക്കും. ഇനി കപ്പലിനെ 1-ാം ലോക്കിൽ നിന്ന് 2-ാം ലോക്കിലേക്ക് ഉയർത്താൻ മുകളിലത്തെ ലോക്കിൽ നിന്ന് വെള്ളം താഴത്തെ ലോക്കിലേക്ക് ഒഴുക്കും. 2 സ്ഥലത്തെയും വെള്ളം ഒരുപോലെയാകുമ്പോൾ ഇടയിലുള്ള ഗേറ്റ് തുറക്കുകയും കപ്പൽ 2-ാം ലോക്കിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. അതിനുശേഷം ഗേറ്റ് വീണ്ടും അടയ്ക്കും. ഈ രീതിയിൽ തടാകത്തിലെ വെള്ളം 2-ാമത്തെ ലോക്കിൽ നിറച്ച് ജലനിരപ്പ് ഗാറ്റൂൺ തടാകത്തിന് തുല്യമാകുമ്പോൾ അടുത്ത ഗേറ്റ് തുറക്കും. ഇങ്ങനെ കപ്പൽ ഗാറ്റൂൺ തടാകത്തിലെത്തുന്നു. ഏകദേശം 33 കിലോമീറ്റർ നീളമുള്ള ഈ തടാകം കടന്നു കഴിഞ്ഞാൽ ലോക്കുകളുടെ ഈ പണി വീണ്ടും തുടങ്ങും. കപ്പലുകളെ എങ്ങനെയാണോ ഉയർത്തിയത് അതുപോലെ തന്നെ ലോക്കുകൾ ഉപയോഗിച്ച് പസഫിക് സമുദ്രത്തിൻ്റെ നിരപ്പിലേക്ക് താഴ്ത്തുന്നു. ഇങ്ങനെയാണ് ലോക്ക് കനാൽസ് മെത്തേഡ് യൂസ് ചെയ്ത് കനാലുകൾ നിർമ്മിക്കുന്നത്. മറ്റൊന്നാണ് സീ ലെവൽ കനാൽസ്. ഇത് വളരെ സിമ്പിളായി പറഞ്ഞാൽ 2 സമുദ്രങ്ങളെ അല്ലെങ്കിൽ 2 കടലുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി കരഭാഗം സമുദ്രനിരപ്പിന് താഴെ വരെ ആഴത്തിൽ കുഴിച്ചെടുക്കുന്ന ഒരു കൃത്രിമ കനാലാണിത്. പനാമ കനാലിലേതുപോലെ കപ്പലുകളെ ഉയർത്താനോ താഴ്ത്താനോ ഉള്ള ലോക്കുകൾ ഇത്തരം കനാലുകളിൽ ആവശ്യമില്ല. കപ്പലുകൾക്ക് ഒരു വലിയ പുഴയിലൂടെ പോകുന്നത് പോലെ നേരിട്ട് ഇതിലൂടെ സഞ്ചരിക്കാം. ഭൂമിശാസ്ത്രപരമായി സമുദ്രനിരപ്പിനോട് ചേർന്ന് നിൽക്കുന്ന നിരപ്പായ പ്രദേശങ്ങളിലാണ് ഇത്തരം കനാലുകൾ നിർമ്മിക്കാൻ എളുപ്പമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത്തരത്തിലുള്ള വളരെ പ്രശസ്തമായ കനാലാണ് സൂയസ് കനാൽ. ഈ 2 രീതികൾ മനസ്സിൽ തന്നെ വെക്കണം. ഇനി നമുക്ക് ഹോർമുസ് കടലിടുക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. സൗദി അറേബ്യ, ഇറാഖ്, കുവൈത്ത്, ഖത്തർ, UAE തുടങ്ങി ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഉള്ളത്
പേർഷ്യൻ ഗൾഫിലാണ്. ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മിക്കവാറും എല്ലാ ടാങ്കറുകളും മുൻപേ പറഞ്ഞതുപോലെ ഒരൊറ്റ വഴിയിലൂടെ വേണം പുറത്തേക്ക് പോകാൻ. അതാണ് ഹോർമുസ് കടലിടുക്ക്. ചില രാജ്യങ്ങൾ ഈ കടലിടുക്കിനെ മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ അവരുടെ രാജ്യത്തിന് കുറുകെ ചെങ്കടലിലെ പോർട്ടിലേക്ക് ഒരു പൈപ്പ് ലൈൻ ഉണ്ടാക്കുകയും ഇതിലൂടെ 7 ദശലക്ഷം ബാരൽ വരെ ഓയിൽ കൊണ്ടുപോകാനും സാധിക്കും. UAE അവരുടെ ഓയിൽ ഫീൽഡുകളെ നേരിട്ട് കടലിടുക്കിന് പുറത്തുള്ള ഫുജൈറ പോർട്ടുമായി ബന്ധിപ്പിക്കുന്ന പൈപ്പ് ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് 1.8 ദശലക്ഷം ബാരൽ വരെ ശേഷിയുണ്ട്. പക്ഷേ ഇവ രണ്ടും ചേർത്താൽ പോലും കപ്പലുകൾ വഴി പോകുന്ന ഓയിലിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് കപ്പലുകൾ തന്നെ വേണം. എന്നാൽ ഒമാന്റെ വടക്കേ അറ്റത്ത് മുസന്തം പെനിൻസുല എന്ന ഒരു കരഭാഗമുണ്ട്. ഇത് കടലിലേക്ക് ഒരു കോട്ട പോലെ നീണ്ടു നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ പേർഷ്യൻ ഗൾഫിനും ഗൾഫ് ഓഫ് ഒമാനും ഇടയിലുള്ള ദൂരം ചിലയിടങ്ങളിൽ വളരെ കുറവാണ്. വെറും കുറച്ച് മൈൽ ദൂരം മാത്രമേ ഈ 2 കടലുകൾക്കും ഇടയിലുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഈ കരയ്ക്കു കുറുകെ ഒരു കനാൽ കുഴിച്ചുകൂടാം? അങ്ങനെയാണെങ്കിൽ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി പോകാതെ നേരെ പുറത്തെ കടലിലേക്ക് ഇറങ്ങാം. മാപ്പിൽ നോക്കുമ്പോൾ ഇത് ഒന്നൊന്നര ഐഡിയയാണ്. പക്ഷേ അവിടുത്തെ അവസ്ഥ നോക്കിയാൽ കഥ മാറും. മുസന്തം പെനിൻസുല എന്ന് പറയുന്നത് വെറും മണൽക്കാടല്ല, അത് ഹജാർ പർവ്വതനിരകളുടെ ഭാഗമാണ്. മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും കടുപ്പമേറിയ മലകളാണത്. തീരത്ത് നിന്ന് കുത്തനെയുള്ള പാറമലകളാണ് ഇവിടെയുള്ളത്. അവിടുത്തെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ജബൽ ഹരീം സമുദ്രനിരപ്പിൽ നിന്ന് 6800 അടിയിലധികം ഉയരത്തിലാണ്. ഇവിടെ ഒരു കനാൽ ഉണ്ടാക്കണമെങ്കിൽ വെറുതെ മണ്ണ് മാറ്റിയാൽ പോരാ, വലിയ മലകൾ തന്നെ മുറിച്ചു മാറ്റണം. കനാലാണെങ്കിൽ സാധാരണ വലിപ്പം പോരതാനും. VLCC എന്ന് വിളിക്കുന്ന വമ്പൻ ഓയിൽ ടാങ്കറുകൾക്ക് പോകണമെങ്കിൽ കനാലിന് നല്ല ആഴവും വീതിയും വേണം. നിലവിൽ ഇവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ച് നമ്മൾ മുൻപ് പറഞ്ഞ സീ ലെവൽ കനാലാണ് നിർമ്മിക്കാൻ കഴിയുക. പനാമ കനാലിലേതുപോലെ കപ്പലുകളെ ഉയർത്താനോ താഴ്ത്താനോ ഉള്ള ലോക്കുകൾ ഇവിടെ ആവശ്യമായി വരില്ല. പക്ഷേ ഇതിനു വേണ്ടി നീക്കം ചെയ്യേണ്ട പാറകളുടെ അളവ് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. മലനിരകളുടെ ആകൃതി തന്നെ മാറും. ഇത് പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും. ഇതുകൂടാതെ ഇതിൻ്റെ ചിലവും മറ്റൊരു ഫാക്ടറാണ്. ഇതിനായി 100 കണക്കിന് ബില്യൺ ഡോളറുകൾ വേണ്ടിവരും. പക്ഷേ ഈ എഞ്ചിനീയറിംഗ് മാത്രമല്ല പ്രശ്നം. ഇതൊക്കെ ഒരുവിധം ശരിയാക്കിയാൽ പോലും അടുത്തത് രാഷ്ട്രീയമാണ്. മുസന്തം പെനിൻസുല ഒമാന്റെ സ്ഥലമാണ്. ഇപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കനാൽ ഉണ്ടാക്കാൻ അവർക്ക് പ്ലാനൊന്നുമില്ല. അവിടെ ടൂറിസവും പോർട്ടുകളും വികസിപ്പിക്കാനാണ് ഒമാൻ നോക്കുന്നത്. ഇത്രയും വലിയൊരു കാര്യത്തിന് പല രാജ്യങ്ങളുടെ സഹകരണം വേണം. അവിടെയുള്ള ഗവൺമെൻറ്റുകൾ സമ്മതിക്കണം. പണം മുടക്കാൻ ഇൻവെസ്റ്റേഴ്സ് വരണം. പിന്നെ എപ്പോഴും സുരക്ഷയും വേണം. പക്ഷേ ഇവിടെ ഒരു കനാൽ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം അപകടം മാറുന്നില്ല. അത് അപകടത്തിൻ്റെ സ്ഥലം മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹോർമുസ് കടലിടുക്കിന് പകരം ലോകം മൊത്തം ഈ ഒരു കനാലിനെ ആശ്രയിക്കേണ്ടി വരും. ഏതൊരു കനാലിനെയും പോലെ ഇതും എപ്പോൾ വേണമെങ്കിലും ബ്ലോക്കാകാം. ഒരു കപ്പൽ അവിടെ കുടുങ്ങിയാലോ, ആരെങ്കിലും ആക്രമിച്ചാലോ, അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാലോ ഈ വഴി അപ്പോൾ തന്നെ അടയും. എങ്കിലും ഇത് ഹോർമുസ് കടലിടുക്കിനേക്കാൾ സേഫായ പാതയായിരിക്കുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. നിലവിൽ ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം ഹോർമുസ് കടലിടുക്ക് എപ്പോൾ വേണമെങ്കിലും അടച്ചുപൂട്ടപ്പെട്ടേക്കാം എന്ന പേടി ലോകത്തിനുണ്ട്. എന്നാൽ മുസന്തം കനാൽ വരുന്നതോടെ ഈ ഭീഷണി ഇല്ലാതെയാകും. കടലിടുക്കിൽ തടസ്സമുണ്ടായാലും ലോകത്തേക്കുള്ള എണ്ണയൊഴുക്ക് തടസ്സമില്ലാതെ തുടരും. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോൾ, ഡീസൽ വിലകൾ പെട്ടെന്ന് കുതിച്ചുയരുന്നത് തടയാൻ സഹായിക്കും. സാമ്പത്തികമായി നോക്കിയാൽ കപ്പൽ യാത്രയുടെ ദൂരവും സമയവും കുറയുന്നത് വഴി ഇന്ധന ചെലവിൽ വലിയ ലാഭമുണ്ടാകും. പനാമ കനാൽ പോലെ ഈ പാതയും ആഗോള വ്യാപാരത്തിന് വലിയൊരു കുറുക്കുവഴിയാകും. ഇത് സാധനങ്ങളുടെ കടത്തുകൂലി കുറയ്ക്കുകയും ആഗോളതലത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും. കൂടാതെ ഈ കനാൽ ഒമാന്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം തന്നെയുണ്ടാക്കും. ടോൾ വരുമാനത്തിനു പുറമെ പുതിയ പോർട്ടുകളും ബിസിനസ് ഹബ്ബുകളും വരുന്നത് വഴി ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഗൾഫ് മേഖലയിലെ പ്രധാന വ്യാപാര കേന്ദ്രമായി ഒമാൻ മാറുകയും ചെയ്തേക്കാം. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും ഈ ഒരു ഐഡിയയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.